ബഹിരാകാശ നിലയത്തിലേക്കുള്ള വരാനിരിക്കുന്ന ആക്സിയം 4 ദൗത്യത്തിനായി നിയോഗിക്കപ്പെട്ട ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ്റെ പേര് ശുഭാംശു ശുക്ല. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള വരാനിരിക്കുന്ന ആക്സിയം 4 ദൗത്യത്തിനായി നിയോഗിക്കപ്പെട്ട ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ്റെ പേരാണ് ശുഭാംശു ശുക്ല. ജനുവരി 25 അന്തരിച്ച ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ജേതാവ് ഗ്രെഗ് ബെൽ ഏത് രാജ്യക്കാരനാണ്? അമേരിക്ക. 2025 ജനുവരി 29 മാരുതി സുസുക്കി ഇന്ത്യ ലിമിറ്റഡിൻ്റെ മാനേജിംഗ് ഡയറക്ടറും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായി ആരെയാണ് വീണ്ടും നിയമിച്ചത്? അദ്ദേഹത്തിൻ്റെ പേരാണ് ഹിസാഷി ടാക്കേച്ചി. ഇന്ത്യയിൽ ആദ്യമായി വാട്സപ്പ് ഗവേണൻസ് ആരംഭിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. രാത്രി 11 മണിക്ക് ശേഷം 16 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ തിയേറ്ററുകളിൽ വന്ന് സിനിമ കാണാൻ അനുവദിക്കരുതെന്ന് ഉത്തരവിട്ട ഹൈക്കോടതി തെലങ്കാന ഹൈക്കോടതി. 2025 റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മികച്ച ടേബ്ലോ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തർപ്രദേശ്. 23ാമത് ദേശീയ പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2025 എവിടെയാണ് നടക്കുക? തമിഴ്നാട്. ജൈവ വൈവിധ്യ സംരക്ഷണ പ്രവർത്തന മികവിന് വനം വകുപ്പിൻ്റെ വനമിത്ര പുരസ്കാരം ലഭിച്ചത് മാതൃഭൂമിക്ക്. 2025 ധനകാര്യ ആരോഗ്യ സൂചിക പ്രകാരം ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സംസ്ഥാനം ഏതാണ്? ഒഡീഷ. അടുത്തിടെ പ്ലാസ്റ്റിക് മാലിന്യ ഇറക്കുമതി നിർത്തലാക്കിയ രാജ്യം തായ്ലൻഡ്. 2025 ജനുവരിയിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായി ചുമതലയേറ്റത് വി ഗീത. അടുത്തിടെ ഓപ്പൺ AI അവതരിപ്പിച്ച വെബ് ടാസ്കുകൾ നടപ്പിലാക്കാൻ കഴിയുന്ന AI ചാറ്റ് ബോട്ട്, അതിൻ്റെ പേരാണ് ഓപ്പറേറ്റർ. ഓസ്കാർ അന്തിമ പട്ടികയിൽ ഇടം നേടിയ ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം അനൂജ. ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനാ പരിഷ്കരണ കമ്മീഷൻ ആണ് ഭരണഘടനയിൽ നിന്ന് മതേതരത്വം നീക്കം ചെയ്യണമെന്ന് ശുപാർശ മുന്നോട്ടുവച്ചത്? ബംഗ്ലാദേശ്. ഈയിടെ ടിക്ടോക്ക് നിരോധനം പിൻവലിച്ച രാജ്യം? അമേരിക്ക.